ദൈവത്തിന് സ്തോത്രം. എല്ലാ ദൈവദാസിദാസന്മാർക്കും വീണ്ടും വരുന്നവനായ യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യമായ നാമത്തിൽ എൻ്റെ സ്നേഹവും വന്ദനവും ഞാൻ ഈ സമയത്ത് അറിയിക്കുകയാണ്. വിശുദ്ധിക്ക് വേണ്ടിയും വേർപാടിന് വേണ്ടിയും കർത്താവിൻ്റെ രണ്ടാമത്തെ മടങ്ങിയ വരവിന് വേണ്ടി ഒരുക്കപ്പെടുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ ശ്രേഷ്ഠരായിരിക്കുന്ന വിശുദ്ധ ജനങ്ങൾക്കും ഈ സന്ദേശം ഒരിക്കൽ കൂടി ദൈവത്തോട് അടുക്കുവാനും ദൈവസ്നേഹത്തിൽ വളരുവാനും വിശുദ്ധിയിൽ നിറയുവാനും ഇടയാക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ യെഹെസ്കേൽ പ്രവാചകന്റെ പുസ്തകം 22-ാം അധ്യായം ഞാൻ വായിച്ചു കൊണ്ടിരിക്കുമ്പോൾ എൻ്റെ ഹൃദയത്തിൽ പരിശുദ്ധാത്മാവ് നൽകിയ ഒരു സന്ദേശമാണ് ഇന്ന് നിങ്ങളുടെ മുമ്പിൽ ഷെയർ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നത്. ഞാൻ ദേശത്തെ നശിപ്പിക്കാതിരിപ്പാൻ, യെഹെസ്കേൽ പ്രവാചകന്റെ പുസ്തകം 22-ാം അധ്യായം അതിൻ്റെ 30-ാം വാക്യം, ഞാൻ ദേശത്തെ നശിപ്പിക്കാതെ വണ്ണം അതിന് മതിൽ കെട്ടി എൻ്റെ മുമ്പാകെ ഇടിവിൽ നിൽക്കേണ്ടതിന് ഒരു പുരുഷനെ ഞാൻ അവരുടെ ഇടയിൽ അന്വേഷിച്ചു, ആരെയും കണ്ടില്ല താനും. നമുക്കറിയാം ഇതിൻ്റെ വിശേഷങ്ങളെല്ലാം യെഹെസ്കേൽ പ്രവാചകന്റെ പുസ്തകം 22-ാം അധ്യായത്തിലുള്ളതാണ്. ഒരു ദേശത്തെ മുഴുവനും ദൈവത്തിൻ്റെ പരിപാലനത്തിൻ്റെ കീഴിൽ ആകേണ്ട ഒരു ദേശം ദൈവിക ന്യായവിധിയുടെ മുമ്പാകെ പോകാൻ പോവുകയാണ്. അപ്പോൾ ദൈവം അതിനകത്ത് ഒരു മനുഷ്യനെ അന്വേഷിച്ചു, ഒരു ദേശത്തെ. നമുക്കറിയാം, നമ്മൾ പാർക്കുന്ന ഒരു ദേശം എത്രയോ ജാതി മതസ്ഥർ നിറഞ്ഞ സ്ഥലമാണ്, എത്രയോ ആയിരക്കണക്കിന് മക്കൾ ജീവിക്കുന്ന സ്ഥലമാണ്. അവരുടെ ഇടയിൽ ദൈവത്തിൻ്റെ മുൻപിൽ വിശ്വസ്തയോടുകൂടെ വിശുദ്ധിയോടുകൂടെ ഇരിക്കാൻ ഒരു പുരുഷനെ അന്വേഷിച്ചു. എന്നതിൻ്റെ അർത്ഥം, ഒരാൾ നേരായി പ്രാർത്ഥിച്ചാൽ ഒരു ദേശം വിടുതലായി തീരും. അങ്ങനെയാണെങ്കിൽ ഒരു സഭയിൽ ഒരു വ്യക്തി ദൈവത്തിൻ്റെ മുമ്പിൽ ഉണ്ടെങ്കിൽ ആ സഭയിൽ വരുത്തുന്ന ന്യായവിധിയിൽ നിന്നും ദൈവം പിന്മാറുവാനിടയാകും. ഞാൻ അങ്ങോട്ടേക്ക് കിടക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഈ ഒരു ചിന്ത എന്നെ വല്ലാതെ ഭാരപ്പെടുത്തുകയും ഭയപ്പെടുത്തുകയും ചെയ്യുവാനിടയായി. ഞാനിങ്ങനെ ചിന്തിക്കുമ്പോൾ ഇസ്രായേലിൻ്റെ മേലുള്ള ദൈവത്തിൻ്റെ ന്യായവിധി, എന്തുകൊണ്ടാണ് ഇസ്രായേലിൽ ദൈവത്തിൻ്റെ ന്യായവിധി വരുവാനുള്ള കാര്യം? നമുക്കറിയാം, ഇസ്രായേൽ ദൈവത്തിൻ്റെ സ്വന്തം ജനമാണ്. ദൈവം അവരെ വേർതിരിച്ചവരാണ്. ദൈവിക വിശുദ്ധിയും ദൈവിക വേർപാടും ദൈവിക കൽപ്പനയും പ്രവാചകന്മാരെയും ന്യായാധിപന്മാരെയും സകലത്തിനെയും കൊടുത്ത് മറ്റുള്ള ജാതിയിൽ നിന്നും അവരെ വ്യത്യസ്തരാക്കിയാണ് ദൈവം അവരെ വേർതിരിച്ചത്. അതെ, നമ്മളെയും അങ്ങനെ തന്നെയാണ്. നമ്മളെ വേർതിരിച്ചിരിക്കുന്നത് മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തരായി. നമ്മൾ പണ്ട് ദൂരസ്ഥരായിരുന്നു, ഇപ്പോൾ ക്രിസ്തുവിൽ നമ്മൾ സമീപസ്ഥരാണ്. പണ്ട് അശുദ്ധന്മാരായിരുന്നു, നമ്മൾ ഇന്ന് വിശുദ്ധന്മാരാക്കി. എങ്ങനെയാ? യേശുക്രിസ്തുവിൻ്റെ തിരുരക്തത്താലുള്ള വീണ്ടെടുപ്പ് മുഖേന, യേശുക്രിസ്തുവിൻ്റെ രക്തത്താലുള്ള കഴുകൽ മുഖേന എന്നെ പാപത്തിൽ നിന്നും ദൈവം വീണ്ടെടുത്തു, അശുദ്ധിയിൽ നിന്നും ദൈവം വീണ്ടെടുത്തു. എന്തിനാ? ദൈവം എന്നെ മറ്റൊരു ദൈവിക പദ്ധതിക്ക് വേണ്ടി ദൈവം എന്നെ വേർതിരിച്ച് എന്നെ മാറ്റി നിർത്തിയിരിക്കുകയാണ്. അതുകൊണ്ട് ഇസ്രായേൽ മക്കളുടെ അടുക്കിലേക്ക് നമുക്കൊന്ന് കടന്നു ചെല്ലാം. ഇസ്രായേൽ ദൈവത്തോട് പാപം ചെയ്തു. ജനമെല്ലാം വഷളത്വത്തിലേക്ക് പോയി. ജനമെല്ലാം പാപത്തിലേക്ക് പോകാൻ തുടങ്ങിയപ്പോൾ ദൈവത്തിൻ്റെ ന്യായവിധി അവരുടെ നേരെ ദൈവം അയക്കാൻ പ്ലാൻ ഒരുക്കുവാനിടയായി. എന്നെ കേൾക്കുന്ന ദൈവദാസന്മാരെ, ദൈവം ക്ഷമിക്കുന്നവനാണ്, ദൈവം കരുണയുള്ള ദൈവമാണ്. പക്ഷേ ദൈവത്തിന് സഹിക്കാൻ പറ്റാതെ വരുന്ന സമയങ്ങളിൽ ചിലപ്പോൾ ദൈവിക ന്യായവിധി നമ്മിലേക്ക് അയക്കുവാനിടയാകും. ഞാൻ പറഞ്ഞല്ലോ, ഇസ്രായേൽ മക്കൾ സത്യത്തിൽ ന്യായപ്രമാണമുള്ളവരാണ്. നീതി അവരുടെ കയ്യിലായിരിക്കുന്നത്. ദൈവിക സാന്നിധ്യം എന്നവർക്കറിയാം, ദൂതന്മാരെ അവർക്കറിയാം, ദൈവത്തിൻ്റെ കൽപ്പനകൾ എന്തെന്നറിയാം, ദൈവിക അത്ഭുതങ്ങളും വിടുതലുകളും ഇവർക്കറിയാം. പക്ഷേ ഈ ജനം വീണ്ടും പാപത്തിലേക്ക് പോകാൻ തുടങ്ങി.
എന്നാൽ ഇവരെ പാപത്തിൽ നിന്ന് വീണ്ടെടുക്കുവാൻ ദൈവം പുരോഹിതന്മാരെയും ദൈവം വേർതിരിച്ചു. ദൈവത്തിന്റെ പുരോഹിതന്മാർ, ദൈവത്തിന്റെ പ്രതിപുരുഷന്മാർ, ദൈവത്തിനും മനുഷ്യരുടെ ഇടയിൽ നിന്നുകൊണ്ട് ജനത്തിന് ഉപദേശിച്ചു കൊടുക്കേണ്ടവർ. പക്ഷേ ഈ അധ്യായം വായിക്കുമ്പോൾ ഇവർ ജനത്തോട് കൂടെ ചേരാനിടയായി. ജനത്തിന്റെ സിസ്റ്റത്തിലേക്ക് പോകാൻ തുടങ്ങി. ജനം ജാതികളുടെ സിസ്റ്റത്തിലേക്ക് പോയി. ആ ജാതികളുടെ സിസ്റ്റത്തിൽ നിന്നും ജനത്തെ ദൈവത്തിങ്കിലേക്ക് കൊണ്ടുവരേണ്ട ജോലിയാണ് പുരോഹിതന്റെ ജോലി, എന്ന് വെച്ചാൽ ദൈവദാസന്മാരുടെ ജോലി. പക്ഷേ ഈ ദൈവദാസന്മാർ ഇന്ന് ജനത്തോട് പറ്റിച്ചേർന്നു. ഈ ജനം എവിടെ നിന്ന് വന്നതാ? ജാതികളുടെ ഇടയിൽ നിന്നും വന്ന കുറെ സിസ്റ്റം, ജനത്തിനിടയിലുള്ള കുറെ പാപം, അല്ലെങ്കിൽ മറ്റു ജനതകളുടെ, മറ്റു ജാതികൾ ആചരിക്കുന്ന പല സിസ്റ്റങ്ങളും ജനം അനുകരിക്കാൻ തുടങ്ങി. ഇപ്പോൾ പുരോഹിതന്മാർ അതിനെ തെറ്റ് തിരുത്തേണ്ടതിന് പകരമായി പുരോഹിതന്മാർ എന്ത് ചെയ്തു? ഇവരോട് ചേരാൻ തുടങ്ങി. എന്ന് വെച്ചാൽ ജാതികളുടെ സിസ്റ്റത്തിലേക്ക് പുരോഹിതന്മാർ മാറാൻ തുടങ്ങി. ഈ വചനം ഞാനിവിടെ പറയുമ്പോൾ പ്രിയമുള്ളവരെ, ഇതൊരു ഇസ്രായേലിനെ കുറിച്ചാണ് യെഹെസ്കേൽ 22 പറയുന്നെങ്കിലും ഈ കാലഘട്ടത്തിൽ നമ്മുടെ ആത്മീയ ലോകത്തും ഇങ്ങനെയല്ലേ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? നോക്കുക, ഇസ്രായേൽ എന്ന് പറയുന്ന ഒരു മഹാസഭയ്ക്കകത്ത് നടക്കുന്ന വിശേഷങ്ങളെ കുറിച്ച് യെഹെസ്കേൽ 22 അധ്യായം 8 വാക്യം മുതൽ എവിടെയാണ് ഇസ്രായേൽ എന്ന് പറയുന്ന മഹാസഭയ്ക്കകത്ത് നടക്കുന്ന ജാതികളുടെ പല സിസ്റ്റങ്ങളും അതിനകത്ത് കാണാൻ സാധിക്കുന്നു. നിന്റെ മധ്യേ അവർ അപ്പനെയും അമ്മയെയും പുച്ഛിക്കുന്നു. എവിടെ? ദൈവസഭയ്ക്കകത്ത്. കൽപ്പന എന്താണ്? 10 കൽപ്പനയിൽ നിന്ന് അപ്പനെയും അമ്മയും ബഹുമാനിക്കുക. ഈ പുച്ഛിക്കുന്ന, അപ്പനെയും അമ്മയും പുച്ഛിക്കുന്ന ഈ ജനത്തോട് പുരോഹിതന്മാർ ഇത് തെറ്റ് എന്ന് പറഞ്ഞു കൊടുക്കുവാൻ ഇവിടെ പുരോഹിതന്മാരില്ല. അതാണ് വിശുദ്ധവും അശുദ്ധവും വേർതിരിക്കാത്ത പുരോഹിതന്മാർ. ഒന്ന്, നിങ്ങൾ ശ്രദ്ധിക്കണം. നിന്റെ മധ്യേ അവർ അപ്പനെയും അമ്മയും പുച്ഛിക്കുന്നു. നിന്റെ മധ്യേ അവർ പരദേശിയെ പീഡിപ്പിക്കുന്നു. നിന്നിൽ വെച്ച് അവർ അനാഥനെയും വിധവയും ഉപദ്രവിക്കുന്നു. ഇതൊക്കെ ദൈവസഭകൾക്കകത്ത് നടക്കുന്ന കാര്യങ്ങളാണ്. എന്റെ വിശുദ്ധ വസ്തുക്കളെ നീ ധിക്കരിച്ച് എന്റെ ശബത്തുകളെ അശുദ്ധമാക്കുന്നു. ഇനി രക്തം ചൊരിയേണ്ടതിന് ഏഷണി പറയുന്നവർ നിന്നിലുണ്ട്. പൂജാഗിരികളിൽ ഭക്ഷണം കഴിക്കുന്നവർ നിന്നിലുണ്ട്. നിന്റെ നടുവിൽ അവർ ദുഷ്കർമ്മം പ്രവർത്തിക്കുന്നു. നിന്നിൽ അവർ അപ്പന്റെ നഗ്നത അനാവൃതമാക്കുന്നു. നിന്നിൽ വെച്ച് അവർ ഘൃതു മാലിന്യത്തിൽ ഇരിക്കുന്നവളെ വഷളാക്കുന്നു. ഒരുത്തൻ തന്റെ കൂട്ടുകാരന്റെ ഭാര്യയുമായി മ്ലേച്ഛത പ്രവർത്തിക്കുന്നു. മറ്റൊരുത്തൻ തന്റെ മരുമക്കളെ ദുർമര്യാദ പ്രവർത്തിച്ച് മലിനമാക്കുന്നു. വേറൊരുത്തൻ നിന്നിൽ വെച്ച് തന്റെ അപ്പന്റെ മകളായ സഹോദരിയെ വഷളാക്കുന്നു. നോക്കണം, അടുത്ത് അവർ നിന്നിൽ കൈക്കൂലി വാങ്ങുന്നു. പലിശയും ലാഭവും വാങ്ങി നീ കൂട്ടുകാരനെ ഞെരുക്കി സമ്പാദ്യമുണ്ടാക്കി എന്നെ മറന്നു കളഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നു? എന്റെ കോപം ജനത്തിന്റെ മേൽ അയക്കാൻ ആഗ്രഹിക്കുന്നു. ഇത് ഞാൻ വായിച്ചത്, ഇത് ജനത്തിനകത്ത് വന്ന സിസ്റ്റമാണ്. ജനത്തിനകത്ത് എന്ന് വെച്ചാൽ ഇസ്രായേൽ എന്ന് പറയുന്ന മഹാസഭയ്ക്കകത്ത് രക്ഷിക്കപ്പെട്ട് ചെങ്കടൽ വഴിയായി ആത്മീയ മന്ന കഴിച്ച് ആ പരിശുദ്ധാത്മാവിന്റെ പാനീയം കുടിച്ച് ദൈവ സാന്നിധ്യത്തിൽ നടന്ന ജനം ഈ അനുഭവത്തിൽ പോയപ്പോൾ ദൈവമാക്കിയിരിക്കുന്ന പുരോഹിതന്മാർ ഇതിനെ തിരുത്താൻ അവർ തയ്യാറാകുന്നില്ല. ഇന്ന് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവമക്കളെ, ഈ വായിച്ച ഭാഗം ഒരു ഇസ്രായേലിന് വേണ്ടിയുള്ളത് മാത്രമല്ല. ഇന്നത്തെ ആത്മീയമായ ജനറേഷനെ ഒന്ന് നോക്കുക. അപ്പനെയും അമ്മയും പുച്ഛിക്കുന്നവർ നമ്മുടെ ദൈവസഭകൾക്കകത്തില്ലേ? 2, അനാഥരെയും വിധവമാരെയും പീഡിപ്പിക്കുന്നവരിനകത്തില്ലേ നമ്മുടെ സഭകൾക്കകത്ത്? ഇനി ഏഷണി പറയുന്നവർ നമ്മുടെ ഇടയിലില്ലേ? ഇനി ശബത്ത് ദിവസം എന്ന് വെച്ചാൽ നമ്മൾ ആചരിക്കുന്ന വിശുദ്ധ ഞായറാഴ്ച ആരാധനയുടെ ദിവസം നമ്മൾ കല്യാണത്തിനും മരണത്തിനും അടിയന്തരത്തിനും നൂലുകെട്ടിനും പിന്നെ ഉത്സവത്തിനും ടൂറിനും
ഇതൊക്കെ പോകുന്നില്ലേ? ഇനി വിശുദ്ധ വസ്തുക്കളെ നീ ധിക്കരിച്ച്, എന്ന് വെച്ചാൽ ദൈവം വെച്ചിരിക്കുന്ന വചനപ്രകാരമുള്ള വ്യവസ്ഥകളെ നമ്മൾ തെറ്റിച്ചു പോകുന്നു, ധിക്കരിക്കുന്നു. തിരുവത്താഴമുണ്ട്, അതിന് എനിക്കെന്താ? എടുത്തില്ലെങ്കിൽ എന്താ? സ്നാനമുണ്ട്, ഞാൻ എടുത്തില്ലെങ്കിൽ എന്താ? കൂട്ടായ്മയുണ്ട്, ഞാൻ പോയില്ലെങ്കിൽ എന്താ? ഉപവാസം നടക്കുന്നു, അതിന് എനിക്കെന്താ? ധിക്കരിക്കുന്നു. കണ്ടോ? ഇനി നോക്കണം, അപ്പന്റെ നഗ്നത അനാവൃതമാക്കുന്നു. ഇതെല്ലാം ആത്മീയ സഭയ്ക്കകത്ത് നടക്കുന്ന കാര്യമാണ്. ഇതെല്ലാം അന്യഭാഷയുടെ ഇടയിൽ നടക്കുന്ന സാധനമാണ് ഞാൻ പറയുന്നത്. അന്യഭാഷയുണ്ട്, പ്രവചനമുണ്ട്, അത്ഭുതമുണ്ട്, രോഗശാന്തിയൊക്കെ ഉണ്ട്. പക്ഷേ ഇതിനകത്ത് താഴെ നമ്മൾ വായിക്കുന്ന എല്ലാ ദുർമര്യാദകളും അതിനകത്തുണ്ട്. അതിൽ പൗലോസ് പറഞ്ഞത്, നിന്റെ അപ്പന്റെ ഭാര്യയെ വെച്ചിരിക്കുന്നത് പോലും, എന്ന് വെച്ചാൽ മോൻ അപ്പന്റെ ഭാര്യ, എന്ന് വെച്ചാൽ മോൻ അമ്മയെ പീഡിപ്പിക്കുക, ലൈംഗികമായി പീഡിപ്പിക്കുക, ഇതറിഞ്ഞിട്ട് സഭ മിണ്ടുന്നില്ല. വേർതിരിച്ച് പറഞ്ഞു കൊടുക്കുന്ന ഒരു പുരോഹിതന്മാർ ഇവിടെ ഇല്ല. ഇത് തെറ്റെന്ന് പറഞ്ഞു കൊടുക്കുവാൻ, ഇത് ശരിയല്ലെന്ന് പറഞ്ഞു കൊടുക്കുവാൻ, നീ ചെയ്യുന്നത് തെറ്റെന്ന് പറയാൻ ഇവിടെ ദൈവദാസന്മാർ തന്റെ ഇടം കാണിക്കുന്നില്ല. സ്തോത്രം. ഇത് കണ്ടപ്പോഴാണ് ജനം തെറ്റിലേക്ക് പോയപ്പോഴും ദൈവം സൈലന്റ് ആയിരുന്നു. പക്ഷെ പുരോഹിതന്മാർ ജനത്തിന് തെറ്റ് പറഞ്ഞു കൊടുക്കേണ്ടവർ, ശരി പറഞ്ഞു കൊടുക്കേണ്ടവർ, ഒരു ഇത് തെറ്റാണ്, നീ പാപിയാണ്, നീ മടങ്ങി വരണം, നിന്നിൽ ഈ പാപം കിടക്കുന്ന കാലം നീ നിത്യത പോകത്തില്ലെന്ന് പറഞ്ഞു കൊടുക്കേണ്ട പുരോഹിതന്മാരും ജനത്തോട് ചേർന്നപ്പോഴാണ് ദൈവത്തിന്റെ ന്യായവിധി ദൈവം അയക്കാൻ തുടങ്ങിയത്. ഹല്ലേലൂയ. അവിടെ ജനം തെറ്റിലേക്ക് പോകുമ്പോഴും ദൈവം മാക്സിമം സൈലന്റ് ആയിരിക്കും. കാരണം അവരെ കൊണ്ടുവരുവാൻ ദൈവത്തിന്റെ പ്രതിപുരുഷന്മാരെ ദൈവം ആ സ്ഥാനത്താക്കിയിട്ടുണ്ട്. അവർ പ്രവചന ആത്മാവിൽ കൂടെ, അവർ ദൈവവചനങ്ങളിൽ കൂടെ, അവർ ദൈവിക സ്നേഹത്തിൽ കൂടെ, അവർ ദൈവിക പരിപാലനങ്ങളിൽ കൂടെ അവരെ തിരിച്ചുകൊണ്ട് വരുമെന്ന് ദൈവം കരുതുകയാണ്. പക്ഷേ ഈ പുരോഹിതന്മാർ തെറ്റിലേക്ക് പോയപ്പോൾ ദൈവത്തിന് മനസ്സിലായി, ഇനി ഈ ജനം ഒരിക്കലും മടങ്ങി വരില്ല. കാരണം ഞാൻ ആക്കിയ പുരോഹിതന്മാർ പോലും ജനത്തിന്റെ പിന്നാലെ പോകാൻ തുടങ്ങി. നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം, നമ്മുടെ സഭകളിലും ഇന്ന് ഇതല്ലേ നടക്കുന്നത്? പല സഭകളിലും പല പച്ച മേച്ചത നടന്നാലും അവിടെ ദൈവമാക്കിയിരിക്കുന്ന ദൈവദാസന്മാർ സൈലന്റ് ആണ്. സൈലന്റ് ആകുമ്പോൾ നമ്മൾ ചിന്തിക്കണം, നമ്മൾ അവരുടെ പക്ഷത്തോടാണ്. ദൈവമാക്കിയിരിക്കുന്ന പുരോഹിതന്മാർ തെറ്റിനെയും ശരിയും വേർപെടുത്തണം. അതവർക്ക് പറഞ്ഞു കൊടുക്കണം. ഇത് ദൈവത്തിന്റെ വ്യവസ്ഥയാണ്. ഇല്ലെങ്കിൽ പ്രിയമുള്ളവരെ, നമ്മുടെ സഭകളിലും നമ്മുടെ കുടുംബങ്ങളിലും നമ്മുടെ ദേശത്തും ദൈവത്തിന്റെ ന്യായവിധി വരാൻ പോകുക. ഹല്ലേലൂയ. ഇനി നിങ്ങൾ ശ്രദ്ധിക്കണമേ, ഈ പുരോഹിതന്മാർ ഇനി എന്താണ് ചെയ്യാൻ പോകുന്നത്? ഇവരുടെ രീതി എന്താണെന്ന് യെഹെസ്കേൽ പ്രവാചന പുസ്തകം 22-ാം അധ്യായം 24 മുതൽ നമുക്ക് ചിന്തിക്കണം. ഞാൻ പറഞ്ഞല്ലോ, വിശ്വാസികൾ അങ്ങനെയാണ്. പക്ഷേ ഇനി അവരെ തിരുത്തേണ്ട ദൈവദാസന്മാർ എങ്ങനെയാണ്? ഇവിടെ വായിക്കുന്നു, മനുഷ്യപുത്ര, നീ അതിനോട് പറയേണ്ടത്, ക്രോധ ദിവസത്തിൽ നീ ശുദ്ധിയില്ലാത്തതും മഴയില്ലാത്തതുമായ ദേശമായിരിക്കും. ദൈവം പറയുന്ന കാര്യം, മോനെ, ഉപദേശി, പാസ്റ്ററെ, റവറന്റെ, പിന്നെ നിങ്ങളോട് ദൈവത്തിന് പറയാനുള്ള ഒരൊറ്റ സന്ദേശം, ദൈവത്തിന്റെ ക്രോധ ദിവസം വരാൻ പോവുകയാണ്. ഈ ജനത്തോടൊപ്പം ഒരു ദേശം നശിക്കാൻ പോവുകയാണ്. നമ്മുടെ സഭകളെ ദൈവം ഒട്ടയ്ക്കാൻ പോവുകയാണ്. കാരണം അതിനകത്ത് ദൈവമാക്കിയിരിക്കുന്ന പുരോഹിതന്മാർ വിശുദ്ധവും അശുദ്ധവും തിരിച്ചു കൊടുക്കാതെ അശുദ്ധിയോടുകൂടെ ജനത്തോടുകൂടെ അവരും കൂടെ ചേർന്നതുകൊണ്ട് ദൈവം വെറുതെ ഇരിക്കത്തില്ല. ഇനി അടുത്ത 25, അതിന്റെ നടുവിൽ അതിലെ പ്രവാചകന്മാർ ഒരു കൂട്ടുകെട്ട് ഉണ്ട്. കണ്ടോ? ഇവർ തെറ്റ് ചെയ്യുന്നത് കണ്ടിട്ടും മിണ്ടാത്ത പ്രവാചകന്മാർ ഇപ്പോഴൊരു കൂട്ടുകെട്ടുണ്ടാക്കിയിരിക്കുക. എന്തിനാ അവർ കൂട്ടുകെട്ടുണ്ടാക്കിയത്? നല്ല പ്രവാചകന്മാർ അതിനകത്തുണ്ടായിരുന്നു.
ആ പ്രവാചകന്മാരോട് പറയുന്നു, നമുക്കെന്താടാ, അവർ അത് ചെയ്തോട്ടെ, ഈ തലമുറ ഇങ്ങനെയൊക്കെ പോയും നമ്മൾ മിണ്ടണ്ട. ഇങ്ങനൊരു കൂട്ടുകെട്ടുകൾ. ദൈവം തരുന്ന പ്രവചനത്തെ വ്യക്തമായി പറയാതെ വളച്ച് ഒടിച്ച് സുഖിപ്പിക്കുന്ന പ്രവാചകന്മാരെ, ഈ സന്ദേശം നിങ്ങൾ വ്യക്തമായി നിങ്ങൾ കേൾക്കണം. നിങ്ങൾ വിശുദ്ധവും അശുദ്ധവും വേർതിരിക്കാൻ വേണ്ടിയാണ് ദൈവം നിങ്ങളുടെ മേൽ ഒരു പ്രവചനാത്മാവിനെ തന്നിട്ടുള്ളത്. പക്ഷേ നിങ്ങളത് വിശ്വസ്തയോട് ചെയ്തില്ലെങ്കിൽ ദൈവത്തിന്റെ കോപവും ക്രോധവും നമ്മുടെ മേൽ വെളിപ്പെട്ടിരിക്കും. അടുത്ത് അതിന്റെ നടുവിൽ അതിലെ പ്രവാചകന്മാരുടെ ഒരു കൂട്ടുകെട്ടുണ്ട്. അലറി ഇര കടിച്ചു കീറുന്ന ഒരു സിംഹം പോലെ അവർ ദേഹികളെ വിഴുങ്ങിക്കളയുന്നു. അടുത്ത് നിക്ഷേപങ്ങളെയും വിലയേറിയ വസ്തുക്കളെയും അപഹരിച്ചുകൊണ്ട് അവർ അതിന്റെ നടുവിൽ വിധവമാരെ വർദ്ധിപ്പിക്കുന്നു. കണ്ടോ, ഇവിടെ പറയുന്ന ഭാഗം നിങ്ങൾ വളരെ വ്യക്തമായി ശ്രദ്ധിക്കണം. അത് ഇവർക്ക് നിക്ഷേപം മതി. ഈ തെറ്റ് ചെയ്യുന്ന, അപ്പനെ പുച്ഛിക്കുന്ന, ഏഷണി പറയുന്ന, വ്യഭിചാരം ചെയ്യുന്ന, അപ്പനോട് വ്യഭിചാരം ചെയ്യുന്ന, അപ്പന്റെ ഭാര്യയോട് വ്യഭിചാരം ചെയ്യുന്ന, കൂട്ടുകാരന്റെ ഭാര്യയോട് വ്യഭിചാരം ചെയ്യുന്ന ഇവനോട് പ്രവചനാത്മാവിൽ നീ ചെയ്യുന്നത് തെറ്റ് എന്ന് പറയാൻ ഇവിടെ പ്രവാചകന്മാർ തയ്യാറാവുന്നില്ല. അവർക്ക് ദൈവം പ്രവചനം കൊടുക്കാത്തിട്ടല്ല, കൊടുത്തു കഴിഞ്ഞാൽ അവരുടെ നിക്ഷേപങ്ങൾ ഇങ്ങോട്ട് വരത്തില്ല, ഇങ്ങോട്ട് കിട്ടത്തില്ല, അവരുടെ നന്മകൾ കിട്ടത്തില്ല, അടുത്തൊരു മീറ്റിങ്ങിന് വിളിക്കത്തില്ല. ഇത് കണ്ടിട്ട് ഇവർ എന്ത് ചെയ്തു? ഒരു കൂട്ടുകെട്ടുണ്ടാക്കും. ആരുമായിട്ട്? അവരുമായിട്ടൊരു കൂട്ടുകെട്ടുണ്ടാക്കും. ചിലരൊക്കെ അനുഗ്രഹങ്ങളെ വാളോളം പുകഴ്ത്തും, അവരുടെ ബലഹീനതകളെ വളച്ചൊടിച്ച് ആരും അറിയാത്ത രീതിയിൽ, എന്നാൽ പുള്ളി പറയുന്ന രീതിയിൽ അങ്ങ് പറയുകയും ചെയ്യും. പ്രിയമുള്ളവരെ, ഇത് ചെയ്യുന്നതിൻ്റെ ഫലം എന്തെന്ന് പറഞ്ഞു തരാം. അനേക കുടുംബനാഥന്മാരെ ആത്മീയത്തിൽ നിന്ന് തകർത്ത് കളയുന്നു, അനേകരെ പാപത്തിൽ കൊണ്ടുപോകുന്നു, അനേക വിധവമാരെ അവർ ഉണ്ടാക്കുന്ന ഒരു സിസ്റ്റത്തിലേക്ക് നമ്മുടെ ആത്മീയ ലോകം വന്നിരിക്കുക. നമ്മൾ ഇത് തിരിച്ചറിയണം. ഹല്ലേലൂയ. ഇനി അടുത്ത് നോക്കണം. അതിനകത്തുള്ള പുരോഹിതന്മാർ എന്റെ ന്യായപ്രമാണത്തിന് ദ്രോഹം ചെയ്ത് എന്റെ വിശുദ്ധ വസ്തുക്കളെ അശുദ്ധമാക്കുന്നു. കണ്ടോ, അവരിൽ കൂടെ ചേർന്നപ്പോൾ ഇനി അവർ ശുദ്ധവും അശുദ്ധവും തമ്മിൽ വേർതിരിക്കുന്നില്ല. നല്ലതും തീയതും വേർതിരിച്ച് ജനത്തിന് പറഞ്ഞു കൊടുക്കുന്നില്ല. ഇപ്പോൾ അവരെ സുഖിപ്പിക്കത്തക്കവണ്ണം, അവരെ സന്തോഷിപ്പിക്കത്തക്കവണ്ണം ജനം എന്ത് പറയുന്നു ആ ലെവലിലേക്ക് പുരോഹിതന്മാർ മാറിപ്പോയി. ഇല്ലെങ്കിൽ ഇവർക്ക് പൈസ കിട്ടത്തില്ല, ഇവർക്ക് ആ സ്ഥാനം കിട്ടത്തില്ല, ഇവരെ ആരും ആദരിക്കത്തില്ല, ഇവരെ ആരും മാനിക്കുന്നില്ല. ഇനി നോക്കണം, വിശുദ്ധ വസ്തുക്കൾ അശുദ്ധമാക്കുന്നു. അവർ ശുദ്ധവും അശുദ്ധവും തമ്മിൽ വേർതിരിക്കുന്നില്ല. മലിനവും മലിനവും തമ്മിൽ ഭേദം കാണിച്ചു കൊടുക്കുന്നതുമില്ല. ആർക്ക്? ജനത്തിന്. ഞാൻ അവരുടെ മധ്യ അശുദ്ധമായി ഭവിക്കാതെ വണ്ണം അവർ എൻ്റെ ശബത്തുകളെ നോക്കാതെ കണ്ണു മറച്ചു കളയുന്നു. അതിന്റെ നടുവിലെ പ്രഭുക്കന്മാർ ലാഭമുണ്ടാക്കിയതിന് ഇര കടിച്ചു കീറുന്ന ചെന്നായ്ക്ക പോലെ രക്തം ചൊരിയുവാനും ദേഹികളെ നശിപ്പിക്കുവാനും നോക്കുന്നു. അതിന്റെ പ്രവാചകന്മാർ വ്യാജം ദർശിക്കുന്നു, കള്ളപ്രശ്നം പറയുന്നു. യഹോവ അരുളി ചെയ്യാതിരിക്കെ യഹോവ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവർക്ക് കുമ്മായം തേക്കുന്നു. ജനത്തിന്റെ ദേശത്തിലെ ജനം ഞെരുക്കം ചെയ്യുകയും പിടിച്ചു പറിക്കുകയും എളിയവരെയും ദരിദ്രയും ഉപദ്രവിക്കുകയും പരദേശിയും അന്യായമായി പീഡിപ്പിക്കുകയും ചെയ്യുന്നു. കണ്ടോ, ഇതാ ദൈവസഭയ്ക്കകത്ത് പുരോഹിതന്മാരുടെ ഇടയിൽ നടക്കുന്നു. പിന്നെ ഈ പുരോഹിതന്മാരുടെ ലക്ഷ്യമെന്ന് പറയുന്നത് പണമാണ്, സ്ഥാനമാണ്. ആ ജനം ഇവരെ സപ്പോർട്ട് ചെയ്യണം. 3 വർഷം ഇരിക്കേണ്ട സഭയിൽ 5 വർഷം ഇരിക്കണം. പ്രിയമുള്ളവരെ, കള്ളപ്രശ്നം പറയുന്നവർ, കള്ളപ്രവചനം പറയുന്നവർ എന്ന് വെച്ചാൽ കുമ്മായം തേക്കുകയാണ്. അതല്ലേ പ്രവാചകൻ ഇങ്ങനെ പറഞ്ഞത്? ഞെക്കിപ്പിഴിയുന്നില്ല. അകത്ത് കിടക്കുന്ന പഴുപ്പ്, പാപത്തിന്റെ പഴുപ്പിനെ ഇവർ മാറ്റുന്നില്ല. ഇവർ പുറത്ത് വെച്ച് കെട്ടി
സമാധാനം 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 എന്ന് പറഞ്ഞ് എന്റെ ജനത്തിന്റെ പുത്രിയെ നശിപ്പിച്ച് കളയുന്നു. ഹല്ലേലൂയ. എന്റെ ദൈവദാസന്മാരെ, തെറ്റുകൾക്ക് കൂട്ടു നിൽക്കരുത്. ദൈവത്തിന്റെ കോപം വരാൻ പോകുക, ദൈവത്തിന്റെ ക്രോധം വരാൻ പോകുക. എത്ര ഉന്നതനായിരുന്നാലും, എത്ര ശ്രേഷ്ഠനായിരുന്നാലും, എത്ര സമ്പന്നനായിരുന്നാലും, ആ സഭയുടെ അടിസ്ഥാനം ഇട്ട മനുഷ്യനായിരുന്നാലും, എത്ര ഉന്നത പദവിയിലിരിക്കുന്ന വ്യക്തിയായിരുന്നാലും, ദൈവം ഒരു പ്രവചനം തന്നാൽ, ദൈവം തെറ്റിൽ കാണിച്ചു തന്നാൽ, അത് തെറ്റെന്ന് പറയാനുള്ള ചങ്കൂറ്റം നമുക്കുണ്ടായിരിക്കണം. അതാണ് ദൈവിക പുരോഹിതന്മാർ, അതാണ് ദൈവിക പ്രവാചകന്മാർ. പ്രൈസ് ദി ലോർഡ്. ഇനി നോക്കുക, ഹോശേയുടെ പുസ്തകം 6-9 വാക്യം നിങ്ങൾ വായിക്കണം. പതിയിരിക്കുന്ന കവർച്ചക്കാരെ പോലെ ഒരു കൂട്ടം പുരോഹിതന്മാർ ശേഖേമിലുള്ള വഴിയിൽ കൊല ചെയ്യുന്നു, അതെ അവർ ദുഷ്കർമ്മം ചെയ്യുന്നു. എവിടെ ദൈവജനത്തിനിടയിൽ പതുങ്ങിക്കിടക്കുന്ന പുരോഹിതന്മാർ. അവർക്ക് ആവശ്യം ആത്മരക്ഷയല്ല, അവർക്ക് ആവശ്യം ആൾക്കാരെ ആവശ്യം, ജനത്തെ ആവശ്യം. വിശുദ്ധ വേദപുസ്തകം പറയുന്നു, ആത്മാക്കളുടെ രക്ഷയെ ആഗ്രഹിക്കുന്ന ദൈവപുരുഷന്മാർ അവർ അവിടെ ആത്മരക്ഷയ്ക്ക് വേണ്ടിയുള്ളത് ചെയ്യും. പക്ഷേ സഭയിൽ ജനത്തെ കൂട്ടാൻ ആഗ്രഹിക്കുന്ന പുരോഹിതന്മാർ അവർ ജനത്തിന് ആൾക്കാർക്ക് ആവശ്യമുള്ളത് ചെയ്തു കൊടുക്കുന്നു. ഇവിടെ പുരോഹിതന്മാർക്കും പറ്റുന്ന അബദ്ധം ഇത് തന്നെയാണ്, പ്രവാചകന്മാർക്ക് പറ്റിയ അബദ്ധം ഇത് തന്നെയാണ്. ഇനി നോക്കുക, മീഖായുടെ പുസ്തകം 3-5 വാക്യം. എന്റെ ജനത്തെ തെറ്റിച്ചു കളയുകയും പല്ലിന് കടിപ്പാൻ വല്ലതും ഉണ്ടെങ്കിൽ സമാധാനം പ്രസംഗിക്കുകയും അവരുടെ വായിൽ ഒന്നും ഇട്ടുകൊടുക്കാത്തവന്റെ നേരെ വിശുദ്ധ യുദ്ധം ഘോഷിക്കുകയും ചെയ്യുന്ന പ്രവാചകന്മാരെ കുറിച്ച് യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു. ബാക്കി നിങ്ങൾ വായിച്ചാൽ മതി. അപ്പോൾ ഇന്ന് പല്ലിന് കിട്ടുന്നത് എന്തെങ്കിലും കിട്ടിയാൽ, അവിടെ വായിക്കുന്നത് രസകരമായി തോന്നുന്നു എനിക്ക്. എന്റെ ജനത്തിന് തെറ്റിച്ച് കളയുകയും പല്ലിന് കടിപ്പാൻ വല്ലതും ഉണ്ടെങ്കിൽ എന്ന് വെച്ചാൽ അവർക്ക് ഇഷ്ടപ്പെട്ടത് കൊടുക്കാൻ പറ്റിയാൽ സമാധാനം. നിങ്ങളൊരു സഭയിൽ വരുമ്പോൾ, വീട്ടിൽ വരുമ്പോൾ ഒരു 5000 രൂപയുടെ നന്മ അദ്ദേഹത്തിന് കൊടുത്താൽ നിങ്ങൾക്ക് സമാധാനം. ഇല്ലെങ്കിൽ അവർക്ക് കടിപ്പാൻ കിട്ടാത്തതാണെങ്കിൽ ഒരു വിശുദ്ധ യുദ്ധത്തിനും അവർ ഒരുങ്ങുവാൻ ഇന്നത്തെ പുരോഹിതന്മാരും, ഇന്നത്തെ പ്രവാചകന്മാരും, ഇന്നത്തെ പാസ്റ്റർമാരും, ഇന്നത്തെ അച്ഛന്മാരും ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. അവരുടെ പല്ലിന് കടിക്കാൻ സുഖം കിട്ടണം, അവർക്ക് സന്തോഷം കിട്ടണം. നമ്മുടെ പിതാക്കന്മാർ അങ്ങനെയല്ല കേട്ടോ. അവർ ഏറുകൊണ്ടു അവിടെ വസ്ത്രമഴിച്ച് മാറ്റി, അവിടെ കുഞ്ഞുങ്ങളെ കൊന്നുകളഞ്ഞു. എങ്കിലും അവർ വിശുദ്ധ യുദ്ധത്തിനല്ല നിന്നത്. മുഴങ്കാൽ മടക്കി അവിടെ ആത്മരക്ഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ച ഒരു തലമുറ നമ്മുടെ പിന്നിലുണ്ട്. ദൈവദാസന്മാരെ നമ്മളത് മറക്കാതെ പോകരുതെന്ന് തിരുവചനത്തിൽ കൂടെ പറയുകയാണ്. പ്രവാചകന്റെ പുസ്തകം 56:10. അവന്റെ കാവൽക്കാർ കുരുടന്മാർ, അവരെല്ലാവരും പരിജ്ഞാനമില്ലാത്തവർ, അവരെല്ലാവരും കുരപ്പാൻ വഹിയാത്ത ഊമനായ്ക്കൾ തന്നെ. അവർ നിദ്രപ്രിയന്മാരായി സ്വപ്നം കണ്ട് കിടന്നുറങ്ങുന്നു. ഈ നായ്ക്കൾ ഒരിക്കലും തൃപ്തി വരാത്ത കൊതിയന്മാർ തന്നെ. ഈ ഇടയന്മാരോ സൂക്ഷിപ്പാൻ അറിയാത്തവർ. അവരെല്ലാവരും ഒട്ടൊഴിയാതെ താന്താന്റെ വഴിക്കും ഓരോരുത്തർ താന്താന്റെ ലാഭത്തിനും തിരിഞ്ഞിരിക്കുന്നു. വരുവിൻ, ഞാൻ പോയി വീഞ്ഞു കൊണ്ടുവരാം, നമുക്ക് മദ്യം കുടിക്കാം എന്ന് ഇന്നത്തെ പോലെ നാളെയും കേമത്തിൽ തന്നെ എന്ന് അവർ. ഇതാരെക്കുറിച്ചാണ് പറയുന്നത്? പുരോഹിതന്മാർ, ദൈവദാസ്. ഇന്നത്തെ ചിത്രം നിങ്ങളൊന്ന് നോക്കണം. ഇതല്ലേ നടക്കുന്നത്? ആത്മീയം അവർ കുരുടന്മാരെ. സഭയ്ക്കകത്ത് വിശ്വാസികൾ തെറ്റിയാലും ഇവർ അറിയുന്നില്ല. കുരുടന്മാർ, ആത്മീയ കാഴ്ചപ്പാട് നഷ്ടപ്പെട്ടവർ, പരിജ്ഞാനമില്ലാത്തവർ, ദൈവിക പരിജ്ഞാനം നഷ്ടപ്പെട്ടവർ. ഇവർക്ക് കുഴപ്പാൻ വഹിയാത്ത ഊമ നായ്ക്കൾ തന്നെ. പട്ടിക്ക് തുല്യമാണ് ഇങ്ങനെയുള്ളവരെ വേദപുസ്തകം പറയുന്നു. ഹല്ലേലൂയ. അവർ നിദ്രപ്രിയർ, സുഖകരമായി കിടന്നുറങ്ങുന്നു, സ്വപ്നം കണ്ട് കിടന്നുറങ്ങുന്നവർ. ഈ നായ്ക്കൾ ഒരിക്കലും തൃപ്തി വരാത്തവർ, കൊതിയന്മാർ തന്നെ. ഈ ഇടയന്മാരോ സൂക്ഷിപ്പാൻ അറിയാത്തവർ.
ആത്മാക്കളെ സൂക്ഷിപ്പാൻ അറിയാത്തവർ അവരെല്ലാവരും ഒട്ടൊഴിയാതെ താൻ തന്റെ വഴിക്കും ഓരോരുത്തരും താൻ തന്റെ ലാഭത്തിനും തിരിഞ്ഞിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഞാൻ എൻ്റെ വാക്ക് നിർത്തിക്കോട്ടെ. ഒരു ദൈവ കോപം സഭകളിൽ വരാൻ പോവുകയാണ്. അനേക ആത്മാക്കളുടെ മേൽ ദൈവിക ന്യായവിധി സംഭവിക്കാൻ പോവുകയാണ്. ഞാൻ ദേശത്തെ നശിപ്പിക്കാതിരിപ്പാൻ, ഞാൻ സഭയെ നശിപ്പിക്കാതിരിപ്പാൻ, ഞാൻ കുടുംബങ്ങളെ നശിപ്പിക്കാതിരിപ്പാൻ മതിൽ കെട്ടി അല്ലെങ്കിൽ വേലി കെട്ടി അതിനിടിവിൽ നിന്ന് പ്രാർത്ഥിപ്പാൻ ദൈവം ഒരു പുരുഷനെ അന്വേഷിക്കുന്നു. പ്രിയമുള്ളവരെ, ദൈവദാസന്മാരോട് പറയട്ടെ, സഭയ്ക്കകത്തൊരു തെറ്റ് കണ്ടാൽ തെറ്റെന്ന് പറയാൻ നിങ്ങൾ പ്രാപ്തരാകണം. പണം നോക്കിയോ, ലാഭം നോക്കിയോ, അവരുടെ സ്റ്റാൻഡേർഡ് നോക്കിയോ, അവരുടെ വിദ്യാഭ്യാസം നോക്കിയോ, അവരുടെ പദവി നോക്കിയോ കണ്ണടക്കരുതേ. നിങ്ങൾ ഊമ നായ്ക്കളായി തീരരുത് എന്ന് വിശുദ്ധ വേദം നമ്മെ പഠിപ്പിക്കുകയാണ്. നമുക്കാവശ്യം ആൾക്കാരെയല്ല, നമ്മുടെ സഭയ്ക്ക് ആവശ്യം ആത്മാക്കളെയാണ്. ആത്മാക്കളെ ചേർക്കാൻ വേണ്ടിയാണ് യേശുനാഥൻ വരുന്നത്. ആത്മാക്കളെ ഒരുക്കാൻ വേണ്ടിയാണ് എന്നെയും നിങ്ങളെയും ദൈവിക പുരോഹിതന്മാരായി, ദൈവിക ഇടയന്മാരാക്കി ദൈവം അവിടെയായി തീർത്തിരിച്ചിരിക്കുന്നത്. ആത്മാക്കളെ നമ്മൾ നേടുമ്പോൾ നമുക്ക് ഒത്തിരി ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ടി വരും. മാനസികമായി, ശാരീരികമായി, സാമ്പത്തികമായി. ഉറക്കം കാണില്ല, ക്ഷീണമായിരിക്കാം, തകർച്ചയായിരിക്കാം, നിന്ദയായിരിക്കാം, അപമാനമായിരിക്കാം, കല്ലേറായിരിക്കാം. ശരിക്കും നമുക്കൊരു വസ്ത്രം പോലും ഇല്ലാത്ത സാഹചര്യങ്ങളായിരിക്കാം. പൗലോസ് അതല്ലേ പറയുന്നത്, ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്നും എന്നെ വേർപെടുത്തു പിരിക്കുന്നതോ ആർക്ക് കഴിയും? കഷ്ടതകൾക്കോ പട്ടിണികൾക്കോ കഴിയില്ല. പൗലോസ് തന്നെ പറയുന്നു, എത്രയോ ദിവസം ഞാൻ ഉറക്കളഴിച്ചു, എത്രയോ ദിവസം കൂട്ടു സഹോദരന്മാരുള്ള പ്രശ്നങ്ങൾ അനുഭവിച്ചു. കടലിലെ ആപത്ത്, കരയിലെ ആപത്ത്, മൃഗങ്ങളാലുള്ള ആപത്ത്. പക്ഷേ ഇതിനൊന്നിനും എൻ്റെ യേശുവിന്റെ സ്നേഹത്തിൽ നിന്നും എന്നെ പിന്തിരിപ്പിക്കാൻ കഴിയില്ല. ഹല്ലേലൂയ. ലോകം കണ്ട, വേദശാസ്ത്രം കണ്ട ഏറ്റവും മഹാനായ മനുഷ്യനാണ് പൗലോസ് അപ്പോസ്തലൻ. തനിക്കെവിടെയും ആത്മരക്ഷയ്ക്ക് വേണ്ടിയുള്ള ഓട്ടമായിരുന്നു. ഇങ്ങനൊരു തലമുറ നമ്മുടെ പുറകെ നിൽക്കുമ്പോൾ, ഈ തലമുറ നിദ്രപ്രിയരായി, മദ്യപ്രിയരായി, വീഞ്ഞു കുടിച്ച് ലാഭമുണ്ടാക്കി, ഹല്ലേലൂയ, ആത്മാക്കളെ വിറ്റ് ജീവിക്കുന്ന അനേക സഭകളും സംഘടനകളും ഉള്ളപ്പോൾ, എൻ്റെ ദൈവദാസിയെ, ദൈവദാസനെ വിശുദ്ധവും അശുദ്ധവും വേർതിരിച്ചുകൊണ്ട് ഈ തലമുറയിൽ എഴുന്നേൽക്കുവാൻ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഒരു നിമിഷം പ്രാർത്ഥിക്കാം. മഹാപരിശുദ്ധനായ ഞങ്ങളുടെ നല്ല തമ്പുരാനെ, ഞങ്ങളായിരിക്കുന്ന ഈ കാലഘട്ടം യെഹെസ്കേൽ പ്രവാചകന്റെ പുസ്തകം 22 പോലെ ഉള്ളൊരു തലമുറയിലേക്ക് ഞങ്ങൾ വന്നിരിക്കുകയാണ്. ഞങ്ങൾക്കറിയാം, ദൈവത്തിന്റെ കോപകലശം ദൈവസഭകളുടെ മേലും ദൈവജനത്തിന്റെ മേലും ഒഴിക്കുന്നതിന് മുമ്പ് ഒരു പുരുഷനെ അന്വേഷിച്ച ദൈവം കർത്താവേ, ലോത്തും കുടുംബവും സോദോം പട്ടണത്തിൽ മരണത്തോട് മല്ലടിക്കുമ്പോൾ, ആ ദേശത്തെ നശിപ്പിക്കുവാൻ ദൂതന്മാർ ഇറങ്ങിച്ചെല്ലുമ്പോൾ, ഒരു അബ്രഹാമിന്റെ മധ്യസ്ഥതയുടെ മറുപടി കണ്ട ദൈവം ഈ ദിവസങ്ങളിൽ കർത്താവേ, നീ ഞങ്ങളെ ഓർക്കണം കർത്താവേ. ഞങ്ങൾ പൗരോഹിത്യ ശുശ്രൂഷ ചെയ്യുമ്പോൾ, നിന്റെ ജനം നിന്നെ ആരാധിക്കുമ്പോൾ, ഞങ്ങൾക്ക് ആരാധനയും പ്രാർത്ഥനകളും എല്ലാം ഉണ്ടെങ്കിലും ഞങ്ങൾ പലപ്പോഴും കർത്താവേ, ഇസ്രായേൽ ജനത്തെ പോലെ ദൈവഹിതമില്ലാത്ത അനുഭവങ്ങളിലും ദൈവഹിതമില്ലാത്ത പാപങ്ങളിലും ഞങ്ങൾ കടന്നു ചെല്ലുമ്പോൾ, അവിടെ നിന്ന് തിരിച്ച് ന്യായപ്രമാണത്തിലേക്ക്, ദൈവവചനത്തിലേക്ക്, ദൈവിക ഉപദേശത്തിലേക്ക് ഞങ്ങൾ കടന്നു വരുവാൻ ദൈവം ഇടവരുത്തണമേ. ദൈവദാസന്മാരെ ഞങ്ങളെയും ക്രൂശിന്റെ മറവിൽ മറച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾക്ക് ലാഭമുണ്ടാക്കാനല്ല ഈ ശുശ്രൂഷ ഞങ്ങളുടെ മേൽ തന്നത്, സ്വർഗത്തിന് ലാഭമുണ്ടാക്കുന്നവരാക്കി, നിത്യത നിറയ്ക്കുന്നവരാക്കി ഞങ്ങളെ തീർക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ആരെങ്കിലും ഈ സന്ദേശത്തിൽ കൂടെ ജീവിതത്തിൽ ഒരു മാറ്റത്തിന് വേണ്ടി കൊതിക്കുന്നെങ്കിൽ ഇപ്പോൾ തന്നെ കർത്താവേ, അവരുടെ മേൽ ആത്മാവിന്റെ സാന്നിധ്യം ഇപ്പോൾ അയക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവകൃപ കൊണ്ട് മൂടണം, സഹായിക്കണം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. എൻ്റെ പ്രിയമുള്ളവരെ, ഒരു ന്യായവിധി വരുന്നതിന് മുമ്പ് കുറച്ചും പേരും കൂടെ ഈ വിശുദ്ധിയിലോട്ട് വരട്ടെ. ഈ ശുശ്രൂഷ, ഈ സന്ദേശം നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടു എങ്കിൽ നിങ്ങളുടെ സ്നേഹിതർക്കും
നിങ്ങളുടെ ചർച്ച് വാട്സപ്പ് ഗ്രൂപ്പുകൾക്കും മറ്റുള്ള വാട്സപ്പ് ഗ്രൂപ്പുകളിലേക്ക് ഇത് നിങ്ങൾ ഷെയർ ചെയ്യാൻ മടിക്കരുത്. കാരണം ദൈവ കോപം ഒരു വ്യക്തിയിൽ നിന്നും ഒഴിഞ്ഞു മാറുവാൻ ഒരു പക്ഷേ ഈ വചനം നമ്മെ സഹായിച്ചാലോ. അടുത്തൊരു സന്ദേശം വരെ നമുക്ക് ദൈവകൃപയിൽ ചാതിരിക്കാം. ദൈവം നമ്മളെ ഒരുമിച്ച് അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ.